ഹായ് കൂട്ടുകാരെ, നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന നെല്ലിക്കനെ പറ്റി സംസാരിക്കുന്നു. ഇന്ന് അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും പിന്നെ ഒരു നെല്ലിക്ക ജ്യൂസും ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നെല്ലിക്കയിൽ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ടല്ലേ. രോഗപ്രതിരോധ ശേഷി, നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിനും മുടിക്കും ഒക്കെ നല്ലതാണ്. നമുക്കൊക്കെ അതൊക്കെ അല്ലേ വേണ്ട, സ്കിന്ന് ഗ്ലോ ആവാനും മുടി നല്ലോണം വളരാനും നരയ്ക്കാതിരിക്കാനൊക്കെ നെല്ലിക്ക ബെസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് ഒത്തിരി ഫൈബർ കണ്ടന്റ് ഉള്ളത് കാരണം നമ്മുടെ ദഹനത്തിന് നല്ലതാണ്. പിന്നെ ഷുഗർ, കൊളസ്ട്രോള്, ഹാർട്ട്, അതിൻ്റെ എല്ലാം ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ലതാണ്. ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടി പറ്റിയൊരു ഐറ്റമാണ് നമ്മുടെ നെല്ലിക്ക. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പം നെല്ലിക്ക വെച്ചിട്ട് നമുക്കിതൊരു ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 8 നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നാരങ്ങ, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. നെല്ലിക്ക നമുക്ക് കഴിക്കാൻ മടിയാണ്, എനിക്ക് കഴിക്കാൻ മടിയാണ്. അപ്പം ഇങ്ങനെ ജ്യൂസ് അടിച്ച് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് കുടിക്കാൻ തോന്നും. എനിക്കങ്ങനെയാണ് കേട്ടോ. സാധാരണ നെല്ലിക്ക പച്ചക്ക് കഴിക്കാൻ, ഉപ്പിലിട്ട് കഴിക്കാനൊക്കെ എനിക്ക് ഇച്ചിരി മടി. അപ്പോൾ ജ്യൂസായിട്ട് കഴിക്കുമ്പോഴത്തേക്കും ഞാൻ കുടിക്കും. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാനായിട്ട് നമുക്ക് ഈ നെല്ലിക്ക ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കുരുവെല്ലാം നീക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി അതുപോലെ ചെറിയ കഷ്ണമാക്കണം. പിന്നെ അതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ച് ഈ പച്ചമുളക് ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അല്പം ചൂടുവെള്ളം തണുപ്പിച്ചതും കൂടെ ഒഴിക്കുന്നത് കേട്ടോ. പച്ചവെള്ളം ഡയറക്റ്റ് ഒഴിക്കാതെ തണുത്ത ചൂടുവെള്ളം തണുപ്പിച്ചിട്ട് അതാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് വെള്ളത്തിന് ചേർക്കുന്നത്. ഞാൻ ഇവിടെ ടേസ്റ്റിന് വേണ്ടി ചേർത്തേക്കുന്ന ഉപ്പാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് വെള്ളം ചേർത്ത് നല്ലോണം അരച്ചെടുത്തിട്ട് നമ്മൾ ഇതൊന്ന് വേണമെങ്കിൽ നമുക്ക് ഈ തരിയോടുകൂടി കുടിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ കുടിക്കാം. അല്ലെങ്കിൽ ഇത് നമ്മുടെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ലോണം അരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി നെല്ലിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് 1 കപ്പിനോളം കൂടുതൽ നെല്ലിക്ക ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് രാവിലെ വേണമെങ്കിൽ വെറും വയറ്റിൽ കഴിക്കാം, അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴാണോ കഴിക്കാൻ തോന്നുന്നത് അങ്ങനെ കുടിക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം തൈരൊക്കെ ചേർക്കാം കേട്ടോ, അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ നെല്ലിക്കകത്തെ വൈറ്റമിൻ സി ധാരാളം ഉള്ളത് കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ശരീരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള വിഷാംശങ്ങളൊക്കെ നീക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ നെല്ലിക്ക ജ്യൂസ് എംപ്റ്റി സ്റ്റൊമക്കിൽ രാവിലെ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണം കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നെല്ലിക്ക മേടിക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു നോക്കാൻ മറക്കണ്ട കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. Thanks for watching.